TRP കുറവാണെങ്കിൽ ഈ ഷോ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ പൂർണ്ണിമ? പുതിയൊന്നും തുടങ്ങാലോ. ആ ഷോ കൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് ചെറിയച്ച. സ്വന്തമായി സിവിൽ സർവീസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്താ ആ വീക്കിൽ ലോകത്തുണ്ടായ എല്ലാ പ്രധാന സംഭവങ്ങളുടെയും ഡീറ്റെയിൽസ് കിട്ടും. അവർക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ആ സെഗ്മെന്റ് പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിർത്താത്തത്. ഓ അങ്ങനെയാണോ? then ഓക്കെ. ഒരു സർവീസ് കോൺസെപ്റ്റിൽ പോകുന്ന പ്രോഗ്രാം ആണെങ്കിൽ അത് നിർത്തണ്ട. അല്ല, നിങ്ങൾ തിരക്കിലാണോ? എന്താമ്മേ? നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ മറന്നുവോ? ഓ, ഇത്തവണ കുടുംബത്തില് പുതിയ ആളുകൾ വന്ന വർഷ. ഉറപ്പായിട്ടും എല്ലാവരും ചെല്ലണം. ശരിയാണല്ലോ. ഈ മാസത്തെ പൂരം നക്ഷത്രത്തിന്റെ അന്നാണല്ലോ പ്രതിഷ്ഠാ വാർഷികം. എല്ലാവരോടും പറയാം, നമുക്ക് പോയിട്ട് വരാം. ഒരു വർഷം മുടക്കാത്തതല്ലേ? അതെ, ഇങ്ങനെ പ്രതിഷ്ഠാ വാർഷികത്തിനും ഉത്സവത്തിന് തൊഴാനും മാത്രമുള്ളതല്ല കുടുംബക്ഷേത്രം. മാസത്തിൽ ഒരു തവണയെങ്കിലും ദേവിയെ കണ്ടു തൊഴുത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയും ഈശ്വരവിചാരം കുറയുമ്പോ അതിന്റെ പ്രശ്നങ്ങൾ വീട്ടിലും കണ്ടു തുടങ്ങും. എന്നോട് ആരും ഒന്നും പറയാറില്ലെങ്കിലും ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഞാൻ പലത് നേരിൽ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാവരും അടുത്തടുത്തുണ്ടെങ്കിലും മനസ്സുകൾ തമ്മിൽ വലിയ ദൂരങ്ങളും അതിർവരമ്പുകളും ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും സംഘർഷം ഉണ്ടാവും. അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ദേവിനെ അനുഗ്രഹിക്കണം. ചേച്ചി പറഞ്ഞ ശരിയാ. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ടത് തന്നെയാ. പല തിരക്കുകളും വരുമ്പോ ആദ്യം ഒഴിവാക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും. അതാ പലപ്പോഴും പോകാൻ പറ്റാതെ വരുന്നത്. അത് ശരിയല്ല. മനസ്സാണ് ഏറ്റവും വലുത്. മനസ്സിന് സമാധാനമില്ലെങ്കിൽ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം സംതൃപ്തിയും കിട്ടില്ല. തിരക്കുണ്ടെന്ന് പറഞ്ഞു ചെയ്യുന്ന പല കാര്യങ്ങളും ചടങ്ങ് തീർക്കലുകളായിരിക്കും. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്തു തീരില്ല. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഹലോ, കുട്ടമ്പിള്ളല്ലേ? അതെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോ. വളരെ രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ്. മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. നിങ്ങളെ കാര്യം എന്താണെന്ന് പറയാതെ ഞാൻ എങ്ങനെ നിങ്ങളെ നേരിട്ട് കാണാൻ വരും? കാര്യം ഞാൻ പറയാം. മരിച്ചുപോയ ജയശ്രീ അവസാനമായി അന്വേഷിച്ചിരുന്ന കേസിന്റെ തെളിവുകളെല്ലാം ഒരു ഫയലിലാക്കി സൂക്ഷിച്ചിരുന്നുവെന്നും ആ ഫയൽ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാം. ആ ഫയൽ എന്റെ കയ്യിലുണ്ട്. റെഡിയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ട് വന്നാൽ ഞാനത് തരാം. അല്ല, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണോന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതിപ്പോ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാം. അത് കാണുമ്പോൾ മനസ്സിലാവും. എന്ത് മെസ്സേജ്? ഫയലിലെ 1-2 കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് ഞാൻ അയക്കാം. നിങ്ങളൊരു പോലീസുകാരനല്ലേ, ഫോട്ടോ കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ശരി, ഫോട്ടോ അയക്കും. സത്യമാണെങ്കിൽ ഞാൻ നേരിട്ട് വരാം. നമുക്ക് കാണാം. ഞാനിപ്പോ അയച്ചേക്കാം. എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. കാണേണ്ട സമയവും സ്ഥലവും അറിയിക്കാനായി ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി ശരി. അയാൾ പറഞ്ഞത് ശരിയാണല്ലോ. എന്നാലും നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്ത്? ഭാര്യയുടെ അടുത്തുനിന്ന് മാറി താമസിച്ചിട്ട് നിങ്ങൾ വേറെ സ്ത്രീകളെ ഫോൺ ചെയ്യാണെന്ന്.
വെറുതെ അനാവശ്യം പറയല്ല കേട്ടാ. വേണ്ട, വെറുതെ കിടന്ന് ഉരുളണ്ട. നിങ്ങൾ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടു. ഫോട്ടോ അയക്ക്, നോക്കട്ടെ, എന്നിട്ട് നേരിൽ കാണാന്നൊക്കെ. അയ്യയ്യ അതാത്തല്ല. ഏതാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഛേ, ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരാളെയാണല്ലോ അമ്മ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഗിരിജ ഇല്ലാത്ത കാര്യം പറഞ്ഞോണ്ടല്ല അടിച്ച് തലയെ പൊടിച്ചോളാം ഞാൻ. അതൊരു ഗ്യാസിന്റെ കാര്യത്തിന് വിളിച്ചതാ. കേസൊക്കെ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ പോലീസുകാരനല്ലേ, എല്ലാത്തിനും കേസ് കോടതി എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ രണ്ടുപേരോടായിട്ട് ഒരു കാര്യം പറയാൻ നിൽക്കായിരുന്നു ഞാൻ. എന്താ ചേച്ചി? അടുത്ത ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികമാണ്. എല്ലാ വർഷവും ഈ മാസത്തെ പൂരം നാളിലാ അത് ആഘോഷിക്കുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോണം. നിങ്ങൾ രണ്ടുപേരും വരണം. എന്താ ദുർഗ, വേറെന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് അല്ല, അതല്ലേ ചേച്ചി, ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ. കിരൺ, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ കുഴപ്പം? ഞങ്ങൾ വരുന്നത് ഇവിടെയുള്ളവർക്കാർക്കും ഇഷ്ടപ്പെടില്ല. ഇതിപ്പോ കുടുംബക്ഷേത്രത്തിലെ കാര്യമൊക്കെ ആകുമ്പോ എല്ലാരും കൂടി നല്ല സന്തോഷത്തോടെ ഭക്തിയോടെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരേണ്ടതല്ലേ? അതെ. അതില് പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാലേ, ഈ കുടുംബത്തിൽ പുതിയതായിട്ട് വന്നവര് പ്രതിഷ്ഠാ വാർഷികത്തിന് വന്ന് തൊഴുത് ക്ഷേത്രത്തിൽ വെച്ച് പ്രസാദം സ്വീകരിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. വളയിടുന്ന ചടങ്ങിനൊക്കെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചുകൊണ്ട് വന്നത് അതോ